മോർണിംഗ് ടു ഓൾ. അടുത്തതായി എന്തൊക്കെയാണ് ഒരു ഓസിലേറ്ററിന് അത്യന്താപേക്ഷിതമായ സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ എന്ന് നമുക്ക് കാണാം. ഒരു ഓസിലേറ്ററിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് നിങ്ങൾ ഫിഗറിൽ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് 3 ബ്ലോക്കുകൾ കാണാൻ കഴിയുന്നു. ഒന്നാമതായി ഒരു ഓസിലേറ്ററി സർക്യൂട്ട്. ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി ഒരു ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആവശ്യം വേണ്ട ഒരു സർക്യൂട്ടാണ് ഓസിലേറ്ററി സർക്യൂട്ട്. ഒരു ഓസിലേഷൻസ് തുടക്കം വയ്ക്കുക, ആ തുടക്കം വയ്ക്കുന്ന സർക്യൂട്ടാണ് ഓസിലേറ്ററി സർക്യൂട്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ LC സർക്യൂട്ടുണ്ട്, RC സർക്യൂട്ടുണ്ട്. ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു LC സർക്യൂട്ടാണ്, ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും ചേർന്ന സർക്യൂട്ട്. ഈ സർക്യൂട്ട് എങ്ങനെയാണ് ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഇവിടെ അല്ലെങ്കിൽ ശേഷം വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഓസിലേറ്ററി സർക്യൂട്ട്, അതിൻ്റെ ഉപയോഗം അത് ഒരു ഓസിലേഷൻസ് തുടങ്ങി വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉപയോഗം. രണ്ടാമതായി ഇങ്ങനെ തുടങ്ങി വയ്ക്കുന്ന ഓസിലേഷൻസിനെ സഫിഷ്യൻറ്റ് ലെവലിൽ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആംപ്ലിഫയറിൻ്റെ ഉപയോഗം. ഓസിലേഷൻസ് നമുക്കറിയാം, വൺസ് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് പതിയെ നിന്ന് പോകും. അങ്ങനെ പോകാതെ അതിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആംപ്ലിഫയറിൻ്റെ ഉപയോഗം. അടുത്തതായി ഫീഡ്ബാക്ക് സർക്യൂട്ട്. നമ്മൾ പഠിച്ച പോലെ തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് അനിവാര്യമാണ്. ഈ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെ കൃത്യമായ ഇടവേളയിൽ കൃത്യമായ ഡയറക്ഷനിൽ ഫീഡ്ബാക്ക് ഓസിലേറ്ററി സർക്യൂട്ടിലേക്ക് നഷ്ടം നികത്താൻ കൊടുക്കുന്ന ഈ സർക്യൂട്ടിനെയാണ് വിളിക്കുന്ന പേരാണ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഇങ്ങനെ 3 ബ്ലോക്കുകളായി നമുക്ക് ഈ ഓസിലേറ്ററിനെ തരംതിരിക്കാം. എന്താണ് ഇനി LC ടാങ്ക് സർക്യൂട്ട് അല്ലെങ്കിൽ ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്? നമ്മൾ കണ്ടു അവിടെ Lഉം Cയും ഉപയോഗിച്ചിട്ടാണ് ഓസിലേറ്ററി സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതെന്ന്. ഈ Lഉം Cയും ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ Lഉം Cയും എങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് ഒരു ഓസിലേഷൻസ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഈ ബേസിക് LC ഓസിലേറ്ററിൻ്റെ വേറൊരു പേരാണ് ടാങ്ക് സർക്യൂട്ട്. ടാങ്ക് സർക്യൂട്ട്, നിങ്ങൾക്ക് ടാങ്ക് എന്നുള്ള വാക്ക് നിങ്ങൾ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടോ? ടാങ്ക് നമ്മൾ വീടുകളിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഇവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഈ ടാങ്ക് സർക്യൂട്ട്. ഈ ടാങ്ക് സർക്യൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും പരസ്പരം പാരലലായി കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് ടാങ്ക് സർക്യൂട്ട്. ഇവിടെ ഇൻഡക്ടറും കപ്പാസിറ്ററും പരസ്പരം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അതിനെ ടാങ്ക് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് എനർജി സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ സർക്യൂട്ടിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുക. ഈ സർക്യൂട്ടിൽ നിങ്ങൾ ഒരു സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. 3 പ്രധാനപ്പെട്ട കോമ്പണൻ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമതായി ഒരു ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യാനാണ് ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് V എന്നൊരു വോൾട്ടേജ് നമ്മൾ കൊടുത്തിരിക്കുന്നു. ദെൻ ഈ ബാറ്ററിയിലെ വോൾട്ടേജ് നമ്മളൊരു സ്വിച്ച് മുഖാന്തരമാണ് മറ്റ് സർക്യൂട്ടിലേക്ക് എത്തിപ്പെടുന്നത്. ഈ അടുത്തതായി സർക്യൂട്ടിൻ്റെ പ്രധാനപ്പെട്ട 2 കോമ്പണൻ്റാണ് കപ്പാസിറ്ററും ഇൻഡക്ടറും. കപ്പാസിറ്ററും ഇൻഡക്ടറും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്നതാണ്. കപ്പാസിറ്റർ ഒരു ഇലക്ട്രിക്കൽ എനർജിയെ ഇലക്ട്രിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമതായി ഇൻഡക്ടർ ഇലക്ട്രിക്കൽ എനർജിയെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഈ 2 ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ടാങ്ക് സർക്യൂട്ട് ഉണ്ടാക്കുന്നത്? ആദ്യമേ തന്നെ ഈ സ്വിച്ചിനെ നമ്മൾ പൊസിഷൻ എയിലേക്കാണ് ഇടുന്നത്. പൊസിഷൻ എയിലേക്ക് സ്വിച്ച് വന്നാൽ എന്ത് സംഭവിക്കും? ഈ കപ്പാസിറ്റർ ബാറ്ററിയും പാരലലായി കണക്ട് ചെയ്യപ്പെടുന്നു. കപ്പാസിറ്ററും ബാറ്ററിയും പാരലലായി കണക്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ബാറ്ററിയിൽ നിന്ന് എനർജി കപ്പാസിറ്ററിലേക്ക് ഒഴുകുകയും കപ്പാസിറ്റർ ഇലക്ട്രിക്കലി ചാർജഡ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രിക്കലി ഫുള്ളി ചാർജഡ് ആയ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജുള്ള ഒരു കപ്പാസിറ്ററിനെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ സ്വിച്ചിനെ A പൊസിഷനിൽ നിന്ന് B പൊസിഷനിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ മാറ്റം രണ്ടാം ഘട്ടം Bയിലേക്ക് മാറ്റുമ്പോൾ കപ്പാസിറ്ററിന് പാരലായിട്ട് ബാറ്ററിയിൽ നിന്ന് വിടുവിച്ചിട്ട് ഇൻഡക്ടർ പാരലായി കയറി വരുന്നു. ഇങ്ങനെ ഇൻഡക്ടർ പാരലായി വരുമ്പോൾ സ്വാഭാവികമായും കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഇൻഡക്ടറിലൂടെ ഒരു കറണ്ടായി ഫ്ലോ ചെയ്യുന്നു. ഇൻഡക്ടറിലൂടെ ഒരു കറണ്ടായി ഫ്ലോ ചെയ്യുന്ന ഈ ഇലക്ട്രിക്കൽ എനർജി
നമുക്കറിയുന്ന പോലെ തന്നെ ഇൻഡക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇൻഡക്ടറിന് ചുറ്റുമായി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഈ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു? ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകുന്നതോടും മുഴുവനായും ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് നേരത്തെ ബിൽഡപ്പ് ചെയ്ത ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ഉണ്ടായതുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ചാർജ്, കപ്പാസിറ്ററിൻ്റെ ചാർജ് തീരുന്നതോടുകൂടി നമുക്ക് കറണ്ട് ഫ്ലോ അനുവദിക്കാൻ പറ്റാത്തൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയും അതുവഴി ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും ഫർദറായി കൂടാൻ കഴിയാതെ അത് നിന്നു പോകാൻ കാരണമാവുകയും ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് പെട്ടെന്ന് നിന്നു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു നെഗറ്റീവ് ഗ്രോത്ത്, അത് കുറയാൻ കാരണമാകുന്ന ഒരു ഘട്ടത്തിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നിന്നു പോകാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഇൻഡക്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അതിനൊരു ബാക്ക് EMF ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് അത് നിൽക്കാൻ കാരണമാവാതെ വീണ്ടും എനർജി ഫ്ലോ ചെയ്യിപ്പിക്കാൻ തക്ക രീതിയിൽ റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു വോൾട്ടേജ് ഇൻഡക്ടറിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ റിവേഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ ബാക്ക് EMF, ആ EMF റിവേഴ്സ് പൊളാരിറ്റിയിൽ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യപ്പെടുന്നു. അതായത് നേരത്തെ മുകൾ ഭാഗത്ത് പോസിറ്റീവായിരുന്നു കപ്പാസിറ്റർ ചാർജ് എങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? നേരെ വിപരീത ദിശയിൽ താഴെ ഭാഗം പോസിറ്റീവും മുകൾ ഭാഗം നെഗറ്റീവുമായി ഈ ഉണ്ടാകുന്ന ബാക്ക് EMF വഴി ഈ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യപ്പെടുന്നു. അടുത്ത ഘട്ടത്തിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തീരെ ഇല്ലാതെയായി ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്തിരുന്ന എനർജി മുഴുവനായും ബാക്ക് EMF വഴി കപ്പാസിറ്ററിൽ റിവേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടു. വീണ്ടും എന്ത് സംഭവിക്കുന്നു? കപ്പാസിറ്റർ അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നിന്ന് പോയി കഴിയുമ്പോൾ കപ്പാസിറ്റർ വീണ്ടും ഡിസ്ചാർജ് ആകുന്നു. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് നേരത്തെ ഉണ്ടായിരുന്നാൽ വിപരീത ദിശയിലാണ്. ഈ വിപരീത ദിശയിലുള്ള കറണ്ട് വിപരീത ദിശയിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും ജനറേറ്റ് ചെയ്യുന്നു. വീണ്ടും കപ്പാസിറ്റർ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആകുന്നു. ഫുൾ എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഈ ഇലക്ട്രോ മാഗ്നറ്റിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി വീണ്ടും കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ വീണ്ടും അതിനെ കൊളാപ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ആദ്യമുണ്ടായ ഡയറക്ഷൻ എന്താണോ ആ ഡയറക്ഷനിൽ ഒരു EMF കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു ഊഞ്ഞാലിനെ മുന്നോട്ട് അട്ടിവിട്ടാൽ എന്ത് സംഭവിക്കും? അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ഊഞ്ഞാലിനെ മുന്നോട്ട് അട്ടിവിട്ടാൽ അത് സ്വാഭാവികമായും വന്ന് പഴയ പൊസിഷൻ നിൽക്കുകയല്ല ചെയ്യുന്നത്, അത് പുറകോട്ട് പോകുന്നു. ഈ പുറകോട്ട് പോകുന്ന ഈ ഒരു അവസ്ഥയെന്നുള്ള പറയുക റീസ്റ്റോറിങ് എനർജി. ഇവിടെ ഇതാണ് ഇൻഡക്ടറിൽ നമ്മൾ നടക്കുന്നത് കാണുന്നത്. നമ്മൾ കൊടുത്ത എനർജിയെ അത് തീർന്നു കഴിയുമ്പോൾ അവിടെ തന്നെ ഒരു ഊഞ്ഞാലിനെ ആട്ടുമ്പോൾ മുന്നോട്ട് ആട്ടിവിട്ട് അല്ലെങ്കിൽ പുറകോട്ട് വലിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും നിന്നിരുന്ന സ്ഥലത്ത് പഴയ പൊസിഷനിൽ പോയി നിൽക്കുന്നില്ല, മറിച്ച് അത് വീണ്ടും പുതിയൊരു പൊസിഷനിലേക്ക് എത്തുന്നു. ആ എത്തുന്ന പോലെ തന്നെയാണ് ഈ റിവേഴ്സ് എനർജി ഇൻഡക്ടറിൽ വരുന്നത്. ആദ്യം കൊടുത്ത എനർജിയുടെ നേരെ വിപരീത രീതിയിലുള്ള ഒരു എനർജി ഉണ്ടാകുന്നു. അത് കപ്പാസിറ്റർ വീണ്ടും സ്റ്റോർ ചെയ്യുന്നു. വീണ്ടും അത് ഇൻഡക്ടറിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്നു. അവിടെ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ആദ്യം ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു എനർജി ഉണ്ടാകുന്നു. ആ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇലക്ട്രിക്കൽ എനർജി നമുക്കൊരു ഈ സർക്യൂട്ടിലേക്ക് കൊടുത്തു വിട്ടാൽ ആദ്യം അത് സ്റ്റാറ്റിക് ചാർജായി കപ്പാസിറ്ററിനെ ക്രോസായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതിനുശേഷം അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഇൻഡക്ടറിനെ ക്രോസായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. വീണ്ടും അത് സ്റ്റാറ്റിക് ചാർജായിട്ട് കപ്പാസിറ്ററിനെ ക്രോസായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. വീണ്ടും അത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് ഇൻഡക്ടറിനെ ക്രോസായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓരോ പ്രാവശ്യവും ഇത് ഈ എനർജി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും കണക്ട് ചെയ്തിരിക്കുന്ന വയറിൻ്റെയും ഒക്കെ നഷ്ടം കാരണം കൊണ്ട്, എനർജി നഷ്ടം വരുന്നതുകൊണ്ട് കുറച്ചധികം എനർജി നഷ്ടപ്പെട്ടു പോവുകയും ഇത് പതിയെ ഈ ഓസിലേഷൻസ് നിന്നു പോകാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു സർക്യൂട്ട് ആയതുകൊണ്ടാണ് ഇതിനെ ടാങ്ക് സർക്യൂട്ട് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് ഈ ഓസിലേറ്റർ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാം. ആൻ ഓസിലേറ്ററി സർക്യൂട്ട് കണ്ടെയ്ൻസ് ഇൻഡക്റ്റീവ് കോയിൽ L ആൻഡ് എ കപ്പാസിറ്റർ C.
കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ഈച്ച് അതർ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇൻഡക്ടറും കപ്പാസിറ്ററും ആണ് ഓസിലേറ്റർ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കോമ്പോണൻസ്. അപ്പോൾ പാരലൽ ആയാൽ മാത്രമാണ് നമുക്ക് ഈ ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് പറയുക കേട്ടോ. സീരീസ് ആയി കണക്ട് ചെയ്താൽ ഒരിക്കലും നമ്മൾ അതിനെ ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് പറയുന്നില്ല. പാരലൽ ആയി കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഓസിലേറ്ററി സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട് എന്ന് വിളിക്കുക. A circuit that produces electrical oscillations of desired frequency is known as oscillatory circuit or tank circuit. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് ഓസിലേറ്ററി സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട്. ഇനി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു. എന്താണ് ഈ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ആരാണ് ഈ ഫ്രീക്വൻസിയെ തീരുമാനിക്കുന്നത്? നമ്മളൊരു ഊഞ്ഞാലിനെ ആട്ടുമ്പോൾ ആ ഊഞ്ഞാലിനെ ഏത് ഫ്രീക്വൻസിയിൽ ആടണം, അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യം അത് ആടണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അതിൻ്റെ സസ്പെൻഷനും അതിൻ്റെ നീളവും ഒക്കെ ആണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓസിലേറ്ററി സർക്യൂട്ടിൽ നമുക്ക് അതിൻ്റെ ഓസിലേഷൻസിൻ്റെ ഈ ഫ്രീക്വൻസി തീരുമാനിക്കുന്നത് ആ ഓസിലേറ്ററി സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂസാണ്. ഇനി അത് കാണാൻ വേണ്ടിയിട്ട് ആ ഇൻഡക്ടറിനെയും കപ്പാസിറ്ററിനെയും വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഏത് ഫ്രീക്വൻസിയിലാണ് ആ സർക്യൂട്ട് ഓസിലേറ്റ് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷനാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. FR എന്ന് പറഞ്ഞാൽ റെസൊണൻസ് ഫ്രീക്വൻസി. നിങ്ങൾ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്ററും പാരലൽ റെസൊണൻസ് സർക്യൂട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ ഓസിലേറ്റർ സർക്യൂട്ടുകളിൽ നമ്മൾ ഇൻഡക്ടറും കപ്പാസിറ്ററും ഉപയോഗിക്കുമ്പോൾ ആ ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും റെസൊണൻസ് ഫ്രീക്വൻസി എന്താണോ ആ ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഭംഗിയായ ഓസിലേഷൻസ് നടക്കുന്നത്. അപ്പോൾ ഈ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷനാണ് FR = 1/2π√LC. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലിൻ്റെയും സിയുടെയും വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫ്രീക്വൻസിയിലാണ് ഈ ഓസിലേഷൻസ് ഉണ്ടാവുക എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അടുത്തതായി നമ്മളുടെ ബ്ലോക്കിൽ ഡയഗ്രത്തിലുള്ള പ്രധാനപ്പെട്ട ഉപകരണമാണ് ആംപ്ലിഫയർ. ആംപ്ലിഫയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും ട്രാൻസിസ്റ്ററുകളാണ്. ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ പഠിക്കുന്നത്. എ സോഴ്സ് ഓഫ് എനർജി ഈസ് റിക്വയർഡ് ടു കോമ്പൻസേറ്റ് ദ ലോസസ് ഇൻ ദ ഓസിലേറ്ററി സർക്യൂട്ട്. നമുക്ക് ഓസിലേറ്ററി സർക്യൂട്ട് നമ്മൾ കണ്ടു, ഓരോ ഓസിലേഷൻസ് കഴിയുമ്പോഴും അതിൻ്റെ എനർജി കുറഞ്ഞു വരുന്നതായി കാണുന്നു. ഈ നഷ്ടപ്പെട്ടു പോകുന്ന എനർജി കോമ്പൻസേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു എനർജി സോഴ്സ് നമുക്ക് അനിവാര്യമായി വരുന്നു. ദ സോഴ്സ് ഓഫ് എനർജി ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ബാറ്ററി ആൻഡ് ദ ട്രാൻസിസ്റ്റർ വർക്കിംഗ് ആസ് ആംപ്ലിഫയർ. ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഈ എനർജി പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബാറ്ററിയെയും ഒരു ആംപ്ലിഫയറിനെയുമാണ്. ബാറ്ററിയിൽ നിന്ന് DC എനർജി സ്വീകരിച്ചുകൊണ്ട് അത് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഡയറക്ഷനിൽ കൊടുക്കുക എന്നുള്ളതാണ് ആംപ്ലിഫയർ ചെയ്യുന്ന ഘടന. ദ ഓസിലേഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഓസിലേറ്ററി സർക്യൂട്ട് ആർ ഫെഡ് അറ്റ് ദി ഇൻപുട്ട് ഓഫ് ആംപ്ലിഫയർ. നമ്മൾ ടാങ്ക് സർക്യൂട്ട് ഉണ്ടാക്കുന്ന ഓസിലേഷൻസ്, ആ ഓസിലേഷൻസിനെ അല്ലെങ്കിൽ ഓസിലേറ്ററി സർക്യൂട്ട് ഉണ്ടാക്കുന്ന ഓസിലേഷൻസിനെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ദ ആംപ്ലിഫയർ ആംപ്ലിഫൈസ് ദീസ് ഓസിലേഷൻ. സ്വാഭാവികമായും ആംപ്ലിഫയർ ഈ ഓസിലേഷൻസിനെ വളരെ വലുതായ രീതിയിൽ ആംപ്ലിഫൈ ചെയ്യുന്നു. ദിസ് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് ഓഫ് ഓസിലേഷൻസ് ഈസ് ഡ്യൂ ടു ദ DC പവർ സപ്ലൈഡ് ബൈ ദ ബാറ്ററി. നമ്മൾ ആംപ്ലിഫയറിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്? ആംപ്ലിഫയറിന് DC സപ്ലൈ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ പ്രോസസ്സ് നടക്കുന്നത്. അതായത് ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിനെ സഫീഷ്യൻറ്റ് ലെവലിലേക്ക് ആംപ്ലിഫൈ ചെയ്യാൻ കാരണമാകുന്നത് ആംപ്ലിഫയറിന് കൊടുത്തിരിക്കുന്ന DC സപ്ലൈ മൂലമാണ്. ദ ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസിസ്റ്റർ ദസ് ഒബ്റ്റൈൻഡ് can now be supplied back to the oscillatory circuit to compensate the losses. ഇനി ഈ ഔട്ട്പുട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാകുന്ന ഈ ആംപ്ലിഫൈഡ് ഫോമിൽ ഉണ്ടാകുന്ന ഈ ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഈ ഓസിലേറ്ററി സർക്യൂട്ടിലേക്ക് തിരിച്ചു കൊടുക്കണം. അത് മുഴുവനായിട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഓസിലേറ്ററി സർക്യൂട്ട് വീണ്ടും ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്ത് അത് നിന്ന് പോകുന്നൊരു അല്ലെങ്കിൽ കേടുവന്നൊരവസ്ഥ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ അളവിലും കൃത്യമായ ഡയറക്ഷനിലുമാണ് നമുക്കതിനെ ഫീഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഓസിലേഷൻ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നത്. ഇനി അങ്ങനെ ഫീഡ് ചെയ്യുന്ന ആ ഒരു സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. എന്താണ് ഫീഡ്ബാക്ക് സർക്യൂട്ടിൻ്റെ വർക്കിംഗ്? ദിസ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഫീഡ് ബാക്ക് എ ഫ്രാക്ഷൻ ഓഫ് ആംപ്ലിഫയർ ഔട്ട്പുട്ട് ടു ദ ഓസിലേറ്ററി സർക്യൂട്ട്.
ഓസിലേറ്ററി സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് മുഴുവൻ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടും അല്ല, മറിച്ച് അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ് നമ്മൾ ഓസിലേറ്ററി സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നത്. അതായത് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് മുഴുവനായും ഓസിലേറ്ററി സർക്യൂട്ടിലേക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓസിലേഷൻസ് സ്റ്റോപ്പ് ആയിപ്പെട്ടു. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ തിരിച്ചു കൊടുക്കേണ്ടത് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായ അളവിലും കൃത്യമായ ഡയറക്ഷനിലും നമ്മൾ ഊഞ്ഞാലിനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ വട്ടം കുറച്ച് പ്രഷറിലാട്ടണം, രണ്ടാമത് വരുമ്പോൾ എപ്പോഴാണ് പ്രഷർ കൊടുക്കേണ്ടത്, ഏത് ഡയറക്ഷനിൽ കൊടുക്കണം അല്ലെങ്കിൽ ഏത് ആംഗിളിൽ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെ കൃത്യമായ ഡയറക്ഷനിലും കൃത്യമായ ടൈമിലും ഈ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ സിഗ്നൽ തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. The phase of this feedback should be such that it aids the oscillations, that is positive feedback, and compensate the losses. ഇങ്ങനെ കൊടുക്കുന്ന ഈ ഫീഡ്ബാക്ക് അത് ഓസിലേഷൻസിനെ സഹായിക്കുന്ന രീതിയിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിന്നു പോകാൻ ശ്രമിക്കുന്ന ഓസിലേഷൻസിനെ തട്ടി ഉണർത്തുന്ന രീതിയിൽ, നിൽക്കാതിരിക്കാൻ കാരണമാവണം. വീണ്ടും നിന്നു പോകുന്ന രീതിയിലായിരിക്കരുത് കൊടുക്കേണ്ടത്. അപ്പോൾ നിന്നു പോകുന്നതിനെ അതിനെ തട്ടി ഉണർത്താൻ രീതിയിൽ, നിന്നു പോകാൻ കാരണം എന്താണ്, എനർജി കുറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ എനർജി കുറഞ്ഞു പോകുമ്പോൾ അത് കൂട്ടിക്കൊടുക്കുന്ന രീതിയിലായിരിക്കണം അതിനെ ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്നത്. അതായത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ഉപയോഗിച്ചാലാണ് നമുക്ക് ആ ഓസിലേറ്ററി സർക്യൂട്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ കഴിയുന്നുള്ളൂ. ഇനി എന്താണ് ഒരു ഓസിലേറ്ററി സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഓസിലേറ്ററിൻ്റെ കണ്ടീഷൻസ്? The conditions or requisites of an oscillator to produce sustained oscillations with constant frequency. ഒരു ഓസിലേറ്റർ അല്ലെങ്കിൽ ഒരു ഓസിലേറ്റർ സർക്യൂട്ട് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഒരേപോലെ ഫ്രീക്വൻസിയിൽ ഒരേപോലെ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ ചില കണ്ടീഷനുകൾ പാലിച്ചേ പറ്റൂ. ഏതൊക്കെയാണ് ആ കണ്ടീഷനുകൾ എന്നാണ് നമ്മൾ ഈ സ്ലൈഡിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായി, the amount of energy supplied to the feedback circuit should be such that to meet the losses in the feedback circuit. എത്ര എനർജിയാണ് ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്നത്, ഈ ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്ന എനർജി ആ ഓരോ ഓസിലേഷൻസിലും ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ പര്യാപ്തമായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. ഓരോ ഓസിലേഷൻസിലും ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ പര്യാപ്തമായ എനർജി മാത്രമായിരിക്കണം ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്നത്. വെൻ ലോഡ് ഈസ് കണക്റ്റഡ് ഇറ്റ് ഡ്രോസ് സം എനർജി ഫ്രം ദ ഫീഡ്ബാക്ക് സർക്യൂട്ട്. Therefore, equivalent additional energy has to be supplied to the feedback circuit. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഫീഡ്ബാക്ക് സർക്യൂട്ടിൻ്റെ രണ്ടാമത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഓസിലേറ്റർ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓസിലേഷൻസ് ഉണ്ടാക്കാൻ. ഈ ഓസിലേഷൻസ് നമ്മൾ എന്തിനാണ് ഉണ്ടാകുന്നത്? നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ആവശ്യങ്ങൾ എന്താണോ ആവശ്യം, ഇപ്പോൾ ഓരോ ബെല്ലാണെങ്കിൽ ബെല്ലിൻ്റെ ആംപ്ലിഫയർ സർക്യൂട്ട് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ആ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഔട്ട്പുട്ടിൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ വേറെ ഒരു ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ ആ ഡിവൈസിന് വിളിക്കുന്ന പേരാണ് ലോഡ്. എന്തിനാണോ നമ്മൾ ഈ ഓസിലേറ്റർ ഉണ്ടായിരിക്കുന്നത് ആ ഉണ്ടാക്കിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഓസിലേഷൻസ് ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കപ്പെടുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ലോഡ്. അങ്ങനെ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫീഡ്ബാക്കിൻ്റെ അളവ് കുറയാൻ കാരണമാകുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായി അങ്ങനെ ലോഡിനെ സെൻസ് ചെയ്തുകൊണ്ട് ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് നമുക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്ക് കുറയ്ക്കാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഫീഡ്ബാക്ക് സർക്യൂട്ടിന് കഴിയണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ ലോഡിനനുസരിച്ചിട്ട് ഈ ഫീഡ്ബാക്കിനെ ഓട്ടോമാറ്റിക്കായി കൺട്രോൾ ചെയ്യപ്പെട്ടില്ല എങ്കിൽ വീണ്ടും നമുക്ക് സസ്റ്റെയിൻഡ് ഓസിലേഷൻ കിട്ടാതെ വരികയും ഡാംപ്ഡ് ഓസിലേഷൻ വരികയും ചെയ്യുന്നു. അടുത്തതായി, ദ അപ്ലൈഡ് എനർജി ഷുഡ് ബി ഇൻ ഫേസ് വിത്ത് ദ ഓസിലേഷൻസ് സെറ്റപ്പ് ഇൻ ദ ഫീഡ്ബാക്ക് സർക്യൂട്ട്. നമ്മൾക്ക് റിട്ടേൺ അപ്ലൈ ചെയ്യുന്ന ഈ എനർജി അത് ഓസിലേറ്ററി സർക്യൂട്ടിൻ്റെ ഇൻ ഫേസിലായിരിക്കണം, സെയിം ഫേസിലായിരിക്കണം, നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം നമുക്ക് കൊടുക്കുന്നത്. The frequency of energy supplied to the feedback circuit should be same as that of oscillations produced by it. അതായത് നമുക്ക് ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്ന ഫേസ് കറക്റ്റ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്ന ഫ്രീക്വൻസിയും ആക്യുറേറ്റ് ആയിരിക്കണം. ഒരിക്കലും ഫീഡ്ബാക്ക് സർക്യൂട്ട് അതിൻ്റെ ഫേസോ ഫ്രീക്വൻസിയോ മാറ്റം വരുത്തിയാൽ നമുക്കൊരിക്കലും സസ്റ്റെയിൻഡ് ഓസിലേഷൻ കിട്ടാതെ വരും. അത് ഓസിലേഷൻസ് ഡാംപ്ഡായി മാറുന്നു. ഇനി ഏതൊക്കെ തരം ഓസിലേറ്ററുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒന്നാമതായി ഓസിലേറ്ററുകളെ തരംതിരിക്കുന്നത് പ്രധാനമായും ഒന്നാമതായി നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി ജനറേറ്റർ.
ഏത് ഫ്രീക്വൻസിയാണ് ജനറേറ്റ് ചെയ്യുക എന്നതിനനുസരിച്ചിട്ട് ഓസിലേറ്ററുകളെ നമുക്ക് കുറച്ചധികം വിഭാഗങ്ങളായി തരംതിരിക്കാം. ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ സ്ലൈഡിൽ കാണുന്ന പോലെ AF ഓസിലേറ്റർ, AF എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ്. ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ഇതൊരു ഗ്രൂപ്പിനെ മാത്രം പറയുന്ന പേരാണ് ഓഡിയോ ഫ്രീക്വൻസി. ഓഡിയോ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന പോലെ തന്നെ 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്, അല്ലെങ്കിൽ 20 കിലോ ഹെഡ്സ് വരെയാണ് നമ്മളുടെ ഓഡിബിൾ റേഞ്ച്, അതായത് കേൾക്കാവുന്ന റേഞ്ച്. ഈ റേഞ്ചിലുള്ള ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്ററുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ അല്ലെങ്കിൽ AF ഓസിലേറ്റേഴ്സ്. ദെൻ രണ്ടാമത്തെ കാറ്റഗറിയാണ് RF ഓസിലേറ്റേഴ്സ്. എന്താണ് RF? റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. റേഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫ്രീക്വൻസി കഴിഞ്ഞതിന് ശേഷം 20 കിലോ ഹെഡ്സ് വരെയാണ് സാധാരണ ഒരു ആവറേജ് മനുഷ്യൻ്റെ കേൾവി ശക്തിയുള്ളത്. ആ ഫ്രീക്വൻസിക്ക് ശേഷമുള്ള ഫ്രീക്വൻസികളെല്ലാം നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് റേഡിയോ ഫ്രീക്വൻസി. ഇങ്ങനെ റേഡിയോ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്ററുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് RF ഓസിലേറ്റേഴ്സ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ്. റേഡിയോ ഫ്രീക്വൻസി തന്നെ പല കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യമേ നമ്മൾ RF ഓസിലേറ്ററിൻ്റെ ചെറിയൊരു വേരിയേഷൻ നമ്മൾ പറയുന്നത് 20 കിലോ ഹെഡ്സ് മുതൽ 30 മെഗാ ഹെഡ്സ് വരെയാണ് നമ്മൾ RF ഓസിലേറ്റർ പറയുക. അത് കഴിയുമ്പോൾ പറയുന്ന പേര് VHF, വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ. VHF എന്ന് പറഞ്ഞാൽ വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ്. 30 മെഗാ ഹെഡ്സ് മുതൽ 300 മെഗാ ഹെഡ്സ് വരെ റേഞ്ചിലുള്ള ഓസിലേറ്ററുകൾ വിളിക്കുന്ന പേരാണ് VHF ഓസിലേറ്റേഴ്സ് എന്നുള്ളത്. അടുത്തത് UHF ഓസിലേറ്റേഴ്സ്, അൾട്രാ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ്. അൾട്രാ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 300 മെഗാ ഹെഡ്സ് മുതൽ 3 ജിഗാ ഹെഡ്സ് വരെ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്ററുകളാണ് നമ്മൾ അൾട്രാ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതായി മൈക്രോവേവ് ഓസിലേറ്റേഴ്സ്. മൈക്രോവേവ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് 3 ജിഗാ ഹെഡ്സിന് മുകളിലുള്ള ഫ്രീക്വൻസിയെ ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്ററുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോവേവ് ഓസിലേറ്റർ. എന്താണ് മൈക്രോവേവ്? ഒരു വേവിൻ്റെ ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത് മൈക്രോമീറ്റർ ആണെങ്കിൽ, അത്രയ്ക്കും തൊട്ടടുത്ത് അല്ലെങ്കിൽ ലാംഡയുടെ അളവ് വളരെ ചെറുതാണ്, അത് ലാംഡ സാധാരണ ലെങ്ത്തിലാണ് പറയുക, അപ്പോൾ മീറ്ററിലാണ് പറയുക. ഇവിടെ അതൊരു മൈക്രോമീറ്ററിലാണ് ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത് എങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് മൈക്രോവേവ്. അങ്ങനെ മൈക്രോവേവ് ഓസിലേറ്ററുകൾ നമുക്ക് ഈ ഓസിലേറ്ററുകൾ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് നമുക്കിങ്ങനെ 5 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. ഒന്നൊരു പറയുന്നു AF ഓസിലേറ്റേഴ്സ്, RF ഓസിലേറ്റേഴ്സ്, VHF ഓസിലേറ്റേഴ്സ്, ദെൻ UHF ഓസിലേറ്റേഴ്സ് ആൻഡ് മൈക്രോവേവ് ഓസിലേറ്റേഴ്സ്. ദെൻ അടുത്തത് ഓസിലേറ്ററി സർക്യൂട്ട് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്ത് ഓസിലേറ്ററി സർക്യൂട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ഓസിലേറ്ററുകൾ പല രീതിയിലുള്ള ഓസിലേറ്ററുകളുണ്ട്. ഒന്നാമതായിട്ട് നോൺ റെസോണൻറ്റ് ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റെസോണൻറ്റ് സർക്യൂട്ട് ഒന്നുമില്ല. LC റെസോണൻറ്റ് സർക്യൂട്ട് നമ്മൾ പഠിച്ചു എന്താണെന്നും അതുപയോഗിച്ച് എങ്ങനെ ഓസിലേഷൻ ഉണ്ടാക്കാം നമ്മൾ പഠിച്ചു. അങ്ങനെ റെസോണൻറ്റ് സർക്യൂട്ട് ഇല്ലാതെയും നമുക്ക് ഓസിലേഷൻസ് ഉണ്ടാക്കാം. അതാണ് RC ഓസിലേറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുക. റെസിസ്റ്റൻസും കപ്പാസിറ്ററും, അവിടെ റെസൊണൻസ് വരുന്നില്ല. അപ്പോൾ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓസിലേറ്റർ ഉണ്ടാക്കുന്നതിനാണ് RC ഓസിലേറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുക. ഉദാഹരണം RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഒക്കെ ഈ RC ഓസിലേറ്ററിൽ പെടുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് റെസോണൻറ്റ് ഓസിലേറ്റർ. അവിടെ റെസോണൻറ്റ് സർക്യൂട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ആ റെസോണൻറ്റ് സർക്യൂട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് L-ഉം C-യും. അതാണ് എല്ലാ LC ഓസിലേറ്ററുകളും റെസോണൻറ്റ് ഓസിലേറ്ററുകളാണ്. ഇവയിൽപ്പെട്ടതാണ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ, ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ എല്ലാം ഈ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. എന്താണ് ഓസിലേറ്ററുകളുടെ ഉപയോഗങ്ങൾ? ഓസിലേറ്ററുകളുടെ വളരെ ചുരുക്കം ചില ഉപയോഗങ്ങൾ നമ്മളിവിടെ കാണുന്നു. ഫേസ് ഷിഫ്റ്റ് ആൻഡ് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ജനറേറ്റ് ഓഡിയോ ഫ്രീക്വൻസീസ്. അതായത് RC ഓസിലേറ്ററുകളാണ് നമ്മൾ പഠിച്ചത്. ഫേസ് ഷിഫ്റ്റും ആൻഡ് വീൻ ബ്രിഡ്ജും ഓസിലേറ്ററുകൾ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഈ ഓസിലേറ്ററുകളെല്ലാം നമുക്ക് ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓസിലേറ്ററുകളാണ്. ദെൻ ട്യൂൺഡ് കളക്ടർ, ഹാർട്ട്ലി ആൻഡ് കോൾപിറ്റ്സ് ഓസിലേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് റേഡിയോ ഫ്രീക്വൻസീസ്. റേഡിയോ ഫ്രീക്വൻസീസ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓസിലേറ്ററുകളാണ് ട്യൂൺഡ് കളക്ടർ, ഹാർട്ട്ലി ആൻഡ് കോൾപിറ്റ്സ് ഓസിലേറ്ററുകൾ. ഓരോന്നിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആർ യൂസ്ഡ് വെയർ ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഈസ് റിക്വയർഡ്. നമുക്ക് എവിടെയെങ്കിലും ഫ്രീക്വൻസി സ്റ്റേബിളായിട്ട് നിലനിർത്തണമെങ്കിൽ, കൃത്യമായിട്ട് ഫ്രീക്വൻസി കൃത്യമായി നിലനിർത്തേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഇതോടുകൂടി കഴിയുന്നു.